അൽവാരോ അർബലാവോ റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി ചുമതലയേറ്റപ്പോൾ ആരാധകർക്കിടയിൽ സമ്മിശ്ര വികാരമായിരുന്നു പ്രകടമായിരുന്നത്. അനുഭവസമ്പന്നരായ പല വമ്പൻ പേരുകളും പറഞ്ഞു കേട്ടിരുന്ന സ്ഥാനത്തേക്ക് അർബലാവോ എത്തിയപ്പോൾ ക്ലബിന്റെ ഭാവിയെക്കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ ആ സംശയങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സാന്റിയാഗോ ബെർണാബുവിൽ പുതിയൊരു വിപ്ലവത്തിന് അദ്ദേഹം തുടക്കമിട്ടിരിക്കുകയാണ്. കേവലം ഒരു മാസത്തിനുള്ളിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് അർബലാവോയുടെ ടീം കാഴ്ചവെക്കുന്നത്. യൂറോപ്യൻ ഫുട്ബോളിന്റെ നെറുകയിൽ റയൽ മാഡ്രിഡിനെ വീണ്ടും പ്രതിഷ്ഠിക്കാനുള്ള അർബലാവോയുടെ തന്ത്രങ്ങൾ ചാമ്പ്യൻസ് ലീഗിലാണ് ഏറ്റവും കൂടുതൽ തിളങ്ങിയത്. പ്ലേ ഓഫ് ഘട്ടം മുതൽ പ്രീ ക്വാർട്ടർ വരെ നീണ്ട മത്സരങ്ങളിൽ ലോകോത്തര നിലവാരമുള്ള ടീമുകളെ അദ്ദേഹം മുട്ടുകുത്തിച്ചു. തന്റെ ടാക്ടിക്കൽ മികവ് വെളിവാക്കിയ ഈ മത്സരങ്ങളിലൂടെ താൻ വെറുമൊരു മുൻതാരം മാത്രമല്ല, മറിച്ച് ലോകത്തെ മികച്ച പരിശീലകരോട് കിടപിടിക്കുന്ന തന്ത്രശാലിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗിൽ അർബലാവോ നേരിട്ട വെല്ലുവിളികൾ ചെറുതായിരുന്നില്ല. ലോക ഫുട്ബോളിലെ ഇതിഹാസ പരിശീലകനായ ഹോസെ മൗറിഞ്ഞോ, പെപ് ഗാർഡിയോള എന്നിവരുടെ ടീമുകൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം. എന്നാൽ തന്റെ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പിലാക്കി ഈ വമ്പന്മാരെ നിലം പരിശരാക്കാൻ അർബലാവോക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മിന്നുന്ന പ്രകടനത്തോടെ റയൽ മാഡ്രിഡ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടമുയർത്താനുള്ള ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമായി മാറിയിരിക്കുകയാണ്. കളിക്കളത്തിലെ സമീപകാല വിജയങ്ങളും അർബലാവോയുടെ തന്ത്രപരമായ നീക്കങ്ങളും സാന്റിയാഗോ ബെർണാബുവിന്റെ ഇടനാഴികളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രധാന താരങ്ങളുടെ പരിക്കുകളും കടുത്ത മത്സരങ്ങളുടെ സമ്മർദ്ദവും ടീമിനെ വേട്ടയാടിയപ്പോഴും ഒട്ടും പതറാതെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കഠിനമായ സാഹചര്യങ്ങളിലും ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടത് ക്ലബ് ഉടമസ്ഥർക്കിടയിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. കേവലം ഒരു ഫുട്ബോൾ പരിശീലകൻ എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങും ദീർഘവീക്ഷണവുമുള്ള ഒരു ലീഡറായി അർബലാവോ മാറിയിരിക്കുന്നു. അതുതന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതും. ടീമിലെ സൂപ്പർ താരങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ പ്രതിബന്ധം ഏറെ ശ്രദ്ധേയമാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബാപ്പെ എന്നിവരുമായുള്ള ഊഷ്മളമായ ബന്ധത്തിന് പുറമെ വിനീഷ്യസ് ജൂനിയർ, ഫെഡറിക്കോ വാൽവെർദെ, ടിബോ കോർട്ടോയ്സ്, ചൗമേനി, അന്റോണിയോ റൂഡ്രിഗർ തുടങ്ങിയ മുതിർന്ന താരങ്ങളും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതിനു പുറമെ ആർദ ഗുള്ളർ, ഫ്രാങ്ക് ഗാർഷ്യ, ബ്രഹീം ഡയസ്, ആൻഡ്രി ലുനിൻ തുടങ്ങിയ യുവതാരങ്ങൾക്കും തങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്ന ഈ പരിശീലകനോട് വലിയ ബഹുമാനമാണുള്ളത്. ഓരോ താരത്തിൻ്റെയും കഴിവിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അർബലാവോയുടെ കർക്കശമായ അച്ചടക്കവും നീതിബോധവുമാണ് ടീമിനുള്ളിൽ അദ്ദേഹത്തിന് ഇത്രയധികം ബഹുമാനം നേടിക്കൊടുത്ത മറ്റൊരു ഘടകം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള നിർണായകമായ ഡെർബി മത്സരം. പരിശീലനത്തിന് വൈകിയെത്തിയതിന്റെ പേരിൽ ഇംഗ്ലീഷ് താരം ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡിനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നിന്ന് ഒഴിവാക്കാൻ അദ്ദേഹം മടിച്ചില്ലായിരുന്നു. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാളും താരങ്ങളുടെ പ്രശസ്തിയേക്കാളും ടീമിന്റെ അച്ചടക്കത്തിനും നിയമങ്ങൾക്കുമാണ് താൻ വില കൽപ്പിക്കുന്നതെന്ന് ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. വലിയ താരങ്ങളെപ്പോലും നിയമത്തിനു മുമ്പിൽ ഒരേപോലെ കാണുന്ന ഈ ശൈലി ടീമിലെ മറ്റു കളിക്കാർക്കിടയിൽ അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ചു. ഭാവിയിലേക്കുള്ള റയൽ മാഡ്രിഡിന്റെ കരുതലായി അർബലാവോ മാറുന്നത് ക്ലബിന്റെ അക്കാദമി താരങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മുൻഗണനയിലൂടെയാണ്. അക്കാദമിയിൽ നിന്ന് വളർന്നു വരുന്ന കളിക്കാരെ വിശ്വസിച്ച് അവർക്ക് ആദ്യ ടീമിൽ അവസരം നൽകാൻ അദ്ദേഹം കാണിക്കുന്ന താല്പര്യം ഏറെ മൂല്യമുള്ളതാണ്. ഇത് യുവതാരങ്ങൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിലെ സീസണിലെ മികച്ച പ്രകടനവും താരങ്ങളുടെയും മാനേജ്മെന്റിന്റെയും പിന്തുണയും കണക്കിലെടുക്കുമ്പോൾ വരും വർഷങ്ങളിലും റയൽ മാഡ്രിഡിന്റെ അമരത്ത് അൽവാരോ അർബലാവോ തന്നെ തുടരാനുള്ള സാധ്യതകൾ ഏറെയാണ്. വിജയങ്ങളിൽ മതിമറിക്കാതെ തന്റെ താരങ്ങളെ ചേർത്ത് പിടിക്കുന്ന അർബലാവോയുടെ രീതി ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ ഗാർഡിയോളയെയോ മൗറിഞ്ഞയോയോ തോൽപ്പിച്ചുവെങ്കിൽ അതിനർത്ഥം ലോകോത്തര നിലവാരമുള്ള താരങ്ങൾ എൻ്റെ ടീമിലുണ്ട് എന്നാണ്. എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരാധകരുടെ ഹൃദയം കീഴടക്കി. വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ താരങ്ങൾക്ക് നൽകുന്ന അദ്ദേഹത്തിന്റെ എളിമ സിനദിൻ സിദാൻ എന്ന ഇതിഹാസ പരിശീലകനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള പ്രകടനമായിരുന്നു. ലോകം കണ്ട മികച്ച ടാക്ടിഷ്യന്മാരിൽ ഒരാളായ പെപ്പിനെ തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെടുത്തുക എന്നത് അത്ഭുതകരം തന്നെയാണ്. ഗാർഡിയോളയുടെ പന്തടക്കത്തിലുള്ള തന്ത്രങ്ങളെ കൃത്യമായി പഠിച്ച് വേഗതയേറിയ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ അർബലാവോ അവരെ തകർത്ത് വിട്ടു. ഈ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ അർബലാവോയുടെ പരിശീലക മികവിനുള്ള ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്.
സ്വന്തം ഗുരുവായിരുന്ന ഓസെ മൗറീഞ്ഞോയെ പരാജയപ്പെടുത്തിയാണ് അർബലാവയുടെ കരിയറിലെ മറ്റൊരു നായികക്കല്ല്. തന്ത്രങ്ങളുടെ ആശാനായ മൗറീഞ്ഞോയെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്ന മാറ്റങ്ങളാണ് മത്സരത്തിനിടയിൽ അർബലാവോ നടത്തിയത്. തൻ്റെ മുൻ കോച്ചിൻ്റെ ശൈലികൾ ആഴത്തിൽ അറിയാവുന്ന അർബലാവോ മൗറീഞ്ഞോയെ അദ്ദേഹത്തിൻ്റെ തന്നെ നാണയത്തിൽ തിരിച്ചടിച്ചു. അർബലാവോയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ സ്പെഷ്യൽ വണ്ണിന് പോലും മറുപടി ഉണ്ടായിരുന്നില്ല. സിനദിൻ സിദാൻ റയൽ മാഡ്രിഡിൽ കൊണ്ടുവന്ന അതേ നിശബ്ദമായ നീക്കങ്ങളാണ് ഇപ്പോൾ അർബലാവോയിലൂടെ സംഭവിക്കുന്നത്. സിദാനെപ്പോലെ തന്നെ ക്ലബിൻ്റെ DNA തിരിച്ചറിയുന്ന, താരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പരിശീലകനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. ബെർണാബ്യൂവിലെ ഓരോ പുൽനാമ്പും അർബലാവോക്ക് സുപരിചിതമാണ്. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിൽ പുതിയൊരു സിദാൻ 2.0 ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നത്. വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ വന്ന് വലിയ വിജയങ്ങൾ കൊയ്തെടുക്കുന്ന ശൈലി സിദാൻ്റേത് സമാനമാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരുടെ പട്ടികയിലേക്ക് തൻ്റെ പേരും എഴുതി ചേർക്കാവുന്ന തയ്യാറെടുപ്പിലാണ് ഈ യുവ പരിശീലകൻ. ഈ സീസണിലെ റയലിൻ്റെ പ്രകടനം വെറും ഭാഗ്യമല്ലെന്ന് അർബലാവോ തെളിയിച്ചു കഴിഞ്ഞു. കൃത്യമായ പ്ലാനിംഗ്, ടീമിൽ ഐക്യം, വിജയത്തിനായുള്ള വിശപ്പ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ടീമിനെ വ്യത്യസ്തനാക്കുന്നത്. യുവതാരങ്ങളെയും മുതിർന്ന താരങ്ങളെയും ഒരേപോലെ ഏകോപിച്ചു കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. റയൽ മാഡ്രിഡ് എന്ന സാമ്രാജ്യത്തിൻ്റെ പുതിയ ചാണക്യനായി അർബലാവോ വാഴ്ത്തപ്പെടുകയാണ്. ഇനി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് അർബലാവോക്ക് കീഴിൽ റയൽ മാഡ്രിഡ് എത്ര കിരീടങ്ങൾ നേടും എന്നത് മാത്രമാണ്. വമ്പന്മാരെ വീഴ്ത്തി അദ്ദേഹം തുടങ്ങിവെച്ച ഈ വിജയഗാഥ ബെർണാബ്യൂവിൽ പുതിയൊരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണെന്ന് നിസ്സംശയം പറയാം. വെള്ളക്കുപ്പായത്തിൽ അർബലാവോ കുറിക്കുന്ന ചരിത്രം കാണാൻ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നുണ്ട്.